അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കാറും കാണാറും ഉണ്ട്. ഇപ്പോൾ ഭർത്താക്കന്മാർ കാര്യമായിട്ട് ഭാര്യമാരെ പരിഗണിക്കാതെ, അവർക്ക് നല്ല രീതിയിൽ ചിലവിന് കൊടുക്കാതെ, അവരുടെ ആവശ്യങ്ങൾക്കുള്ള ചിലവ് കൊടുക്കാത്ത രീതിയിൽ നല്ല രൂപത്തിലുള്ള ചിലവുകൾക്കുള്ള സഹായം ചെയ്തു കൊടുക്കാതെ, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്തു കൊടുക്കാൻ പ്രത്യേക ആളുകൾ വെച്ച് കൊടുക്കാതെ, അല്ലെങ്കിൽ നല്ല വീടും കാര്യങ്ങളും ഉണ്ടാക്കാതെ അവരെ എന്നും ഒരു വാടക വീട്ടിൽ നിർത്തുന്ന ഒരു സംവിധാനം. അപ്പോൾ അങ്ങനെയൊക്കെ അതൊന്നും ചെയ്യാൻ ശ്രമിക്കാതെ പരിപൂർണമായിട്ട് അവഗണിച്ച് അങ്ങനെ അതൊരു നിസാരപ്പെടുത്തിയിട്ട് ഒരു ഭർത്താവ് ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ചിലവിന് വരുന്ന വിഷയങ്ങൾ മുഴുവനും ഈ ഭർത്താവിൻ്റെ മുകളിൽ അതൊരു കടമായിട്ട് നിലനിൽക്കുമോ? ഒരാള് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീ അവനിക്ക് ഭാര്യയായി, ആ ഭാര്യയ്ക്ക് ഇയാൾ ഭർത്താവുമായി, ആ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവർ. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കടപ്പാടുകളും കടമകളും ചെയ്തു കൊടുക്കൽ നിർബന്ധമായ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും, നിർബന്ധമാണ്. ഇപ്പോൾ സഹായം എന്നല്ല അതിന് പറയുക. അതായത് ഇപ്പം നമ്മൾ ചാരിറ്റിയിൽ നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിധവാ സംരക്ഷണം, അതുപോലെ തന്നെ പാവപ്പെട്ട സ്ത്രീകൾക്ക്, മറ്റുള്ള ആളുകൾക്ക്, രോഗികൾക്ക്, ഇങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാ മാസവും ഒരുപോലെ തന്നെ ചെയ്യണമെന്നില്ല. ചില മാസം ചെയ്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ സ്രോതസ് അനുസരിച്ചു കൊണ്ടും അല്ലെങ്കിൽ നമുക്കാരെങ്കിലും തന്നത് എത്തിച്ചു കൊടുത്തുകൊണ്ടും ഇങ്ങനെയൊക്കെ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യാൻ പറ്റും. എന്നതുപോലെയല്ല നമ്മൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാര്യയായി. ആ ഭാര്യയാകുമ്പോൾ പിന്നെ അവിടെ നിലപാട് മാറുകയാണ്. ആ ഭാര്യയ്ക്ക് വേണ്ട ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, പാർപ്പിടങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഭാര്യൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വഹിച്ചോളണം, അത് നമ്മൾ ചെയ്തോളണം. പിന്നെ അത് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ അവൾ നമ്മളിൽ നിന്നും പിണങ്ങി നമ്മൾ പറയുന്നത് കേൾക്കാതെയായി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാത്തോടത്തോളം കാലം ഭാര്യയുടെ സ്റ്റാൻഡേർഡിൽ തന്നെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കൽ പിന്നെ നമ്മുടെ കടമയാണ്, അത് നമ്മളെ ഹക്കാണ്, അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അവരുടെ മേലിൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം, അത് നമ്മുടെ മേലിൽ കടപ്പാടായിട്ട് കിടക്കും. അപ്പോൾ പിന്നെ കുറേ വർഷങ്ങൾ, ഇപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒന്നും കാര്യമായിട്ട് ചിലവിന് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന വസ്ത്രങ്ങൾ മേടിച്ച് കൊടുക്കുന്നില്ല. ചിലപ്പോൾ ഒക്കെ അങ്ങനെ ചെറിയ സംതിങ് പ്രോബ്ലം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ പ്രശ്നങ്ങൾ എന്ത് നോക്കണം. അതായത് ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിലുള്ള പണക്കവും അങ്ങനെ അവളുടെ ഫുഡ് കൊടുക്കണ്ട, അതുപോലെ തന്നെ വസ്ത്രം കൊടുക്കണ്ട എന്ന രൂപത്തിലുള്ള പണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇതൊന്നും ഉണ്ടാവില്ല. വേറെ എന്ത്, ചിലപ്പോൾ ഇയാളുടെ കള്ളുകൂടി കാരണം, അല്ലെങ്കിൽ ഇയാളുടെ എൻ്റെ സ്വഭാവ ദൂഷ്യ ഫലം കാരണം, അല്ലെ അങ്ങനെ കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി താമസിക്കേണ്ടി വരും. അപ്പോൾ അവളുടെ വീട്ടിൽ 1 വർഷമായിട്ട് താമസിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഏട്ടത്തിയുടെ വീട്ടിൽ താമസിക്കുന്നു, അല്ലെ ആങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇയാളുടേതായ പാട്ടിന് നിൽക്കുന്നു, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അവർ ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നതെങ്കിലും കാര്യമായിട്ടൊരു ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയും വരാൻ ചിലപ്പോൾ പല രൂപത്തിലും ഉണ്ടാകും. അതായത് അയാളുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ട് ഈ പറയുന്ന സ്ത്രീക്ക് കിട്ടുന്നില്ല. അവളുടെ ആങ്ങളമാരെടുത്തുനിന്നും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഒക്കെ കെഞ്ചി യാചിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത്. ഒരുപാട് കാര്യങ്ങളോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചോദ്യം എന്താണ്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പൊ 1 വർഷം അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ല, അങ്ങനെ ആകുമ്പം ഈ 1 വർഷത്തെ ഭക്ഷണം, വസ്ത്രം ഇവിടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇതൊരു കട ആയിട്ട് അയാളുടെ ഉത്തരവാദിത്തത്തിൽ വരൂലേ? അതല്ല, അത് കുഴപ്പമൊന്നുമില്ല, കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുമോ? സാധാരണഗതിയിൽ നമ്മൾ ഒരാളോട് എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അതൊരു കടാണ്, അത് പിന്നെ നമ്മൾ തിരിച്ചു കൊടുത്തോളാം. അപ്പം ഇന്നതുപോലെ ഒരു കട ആയിട്ട് അവൻ്റെ ഉത്തരവാദിത്തത്തിൽ കിടക്കൂല? ഈ ഒരു വിഷയം ഇതേ രൂപത്തിലൊരു ചോദ്യം തന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് വന്നപ്പോൾ മഹാനവറുകൾ അതിന് വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട്. മഹാനായ ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ ഫത്താവൻ നവവി, ആ ഫത്താവൻ നവവിയുടെ 151-ാമത്തെ പേജിൽ അങ്ങനെ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഹുക്കുമുൻ നഫഖത്തി സൗജി അലാ സൗജത്തിൻ. കണ്ടോ, ഒരു ഭാര്യൻ്റെ മേലിൽ ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട ചെലവിൻ്റെ ഹുക്കും, അതിൻ്റെ ഹുക്കും എന്താണ്? ഇതാ തറക്ക സൗജതു, ചോദ്യതാണ്, ഇതാ തറക്ക സൗജു സൗജത്തുഹു മുദ്ദത്തൻ ബിലാ നഫഖത്തിൻ. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ചെലവ് കൊടുക്കാതെ കുറേ കാലം നീട്ടിക്കൊണ്ടുപോയി,
മുദ്ദത്തൻ, അതാ മുദ്ദത്തൻ ബിലാ നഫഖ, 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഇങ്ങനെയൊക്കെ ഈ രൂപത്തിൽ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. വല കിസ്വത്തിൻ, വസ്ത്രവും കൊടുത്തില്ല. വല സുഖന, ഈ പറയുന്ന പാർപ്പിടവും കൊടുത്തില്ല. ഇതൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് കൊണ്ടുപോയി. വഹിയ മുമക്കിനത്തും മുസല്ലിമത്തും നഫ്സഹ ഇലൈഹി, എന്നാൽ അവൾ പിണങ്ങി നിൽക്കുന്ന പെണ്ണൊന്നുമല്ല. അവനക്ക് വൈപ്പെടുന്നുണ്ട്, അവനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇത് മുമക്കിനത്തും മുസല്ലിമത്തും ഒക്കെയാണ്, അവളെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ല. അങ്ങനെ ആ രൂപത്തിൽ ഇരുന്നാലോ ഇയാൾ കാര്യമായിട്ടൊന്നും എന്താകുന്നില്ല, ചെയ്തു കൊടുക്കുന്നില്ല. ഹൽ യസീറു ദാലിക ദൈനൻ ഫി ദിമ്മത്തിഹി, അപ്പൊ അത്രയും കാലയളവിൽ അയാൾ കൊടുക്കാത്ത ചെലവ്, അതുപോലെ തന്നെ പാർപ്പിടം, അതുപോലെ തന്നെ വസ്ത്രം, ഇതിൻ്റെ ഒക്കെ ഈ പറയുന്ന കടമായിക്കൊണ്ട് അയാളുടെ ഉത്തരവാദിത്വത്തിൽ അങ്ങനെ കടക്കൂലേ എന്നതാണ് നബി ഇമാമിനോട് ചോദ്യം. അൽ ജവാബു, മറുപടി പറഞ്ഞ എന്താ, സബത്തൻ നഫഖതു ഫി ദിമ്മത്തിഹി, അവന്റെ ദിമ്മത്തിൽ അതൊരു കടമായിട്ട് തന്നെ കടക്കും. അതാ സബത്തൻ നഫഖതു ഫി ദിമ്മത്തിഹി, അവന്റെ ദിമ്മത്തിൽ ആ ചെലവുകളൊക്കെ സ്ഥിരപ്പെട്ടതാണ്, അത് അവിടെ തന്നെ കടക്കും. വസബത്തൽ കിസ്വതു ഐദൻ അലൽ അസഹ്, അസഹായ പ്രകാരം പറയുകയാണെങ്കിൽ വസ്ത്രവും അങ്ങനെ തന്നെ കിടക്കും. വസ്ത്രവും അയാൾ കൊടുക്കേണ്ടത് തന്നെയായിരുന്നു, കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു കടായിട്ട് കടക്കും. വല യുസ്ബുത്തു സുഖ്ന, പാർപ്പിടം ഒരു കടമായിട്ട് കിടക്കുന്നില്ല. ചെലവും വസ്ത്രവും ഒക്കെ അതിൽ കിടക്കും, പാർപ്പിടം അതിൽ പെടുത്തുന്നില്ല. വല ഇവദഹ അലൽ മദ്ഹബ് സ്വഹീഹായിട്ട് മദ്ഹബ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, അലൽ മദ്ഹബ് എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ സ്വഹീഹായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായി കൊണ്ട് വേറെ കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല പാർപ്പിടത്തിന്റെ വിഷയത്തിൽ. കാരണം അന്ന ഇംതാ ഉല്ല തംലീക്കുൻ, ഈ പാർപ്പിടം എന്നൊരു സുഖെടുക്കലാണ്, അതൊരു ഉടമപ്പെടുത്തുന്ന സംഗതിയല്ല. ബി ഖിലാഫിൻ നഫഖത്തി വൽ കിസ്വത്തി, അങ്ങനെയല്ല ഈ പറയുന്ന ഭക്ഷണങ്ങളും ചെലവുകൾ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, അത് അങ്ങനെ കൂട്ടാൻ പറ്റൂല, അതൊരു കടായിട്ടട കിടക്കും. അവിടെ പറയാൻ കാരണം, പാർപ്പിടം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അവളുടെ വീട്ടിലായിരിക്കും അവൾ താമസിച്ചത്, അതുപോലെ തന്നെ ചിലപ്പോൾ അവളുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടാവാം, ആങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനൊന്നൊക്കെ ഈ പറയുന്ന ഒരു വാടക നിശ്ചയിക്കുക, അതുപോലെ തന്നെ അത് വേണ്ട, അത് ശരിയല്ല. നേരെ മറിച്ച് ഭക്ഷണം കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ അവൾക്ക് ജീവിക്കാനുള്ള ഭക്ഷണം കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ വസ്ത്രം കൊടുത്തിട്ടില്ല, അതൊക്കെ ഒരു കടായിട്ട് തന്നെ നിൽക്കുമെന്ന്. ഇങ്ങനെ പാർപ്പിടം ഇങ്ങനെ പെടുകയില്ല, അതൊരു കടത്തിൽ പെടൂല എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ മുഈനിലും അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിക്കാഹിന്റെ ബാബിൽ, ഫതുഹുൽ മുഈനിന്റെ നിക്കാഹിന്റെ ബാബിൽ ഇതിൻ്റെ 500-ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് വിശദീകരണം നടത്തിയിട്ട് അവിടെ പറയുന്നുണ്ട്. ഫി മൻസിലി നഹ്വി അബീഹ, ഉണ്ടോ, അവളുടെ ബാപ്പയുടെ, എന്താണ് അവളുടെ തറവാട്ടിൽ ആണ് അവൾ താമസിച്ചെങ്കിൽ ലം യൽസമുഹു ഉജ്റത്തുൻ, അതിനൊരു ഉജ്റത്തും കൂലിയൊന്നും ഈടാക്കാൻ പറ്റൂല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം പാർപ്പിടത്തിൽ ഇല്ലെങ്കിലും ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, അതിലൊക്കെ അവൻ ഉത്തരവാദിത്വത്തിൽപ്പെടും. അപ്പം അതുകൊണ്ട് മുങ്ങാൻ പറ്റൂല. അങ്ങനെ മുങ്ങി നടന്നാൽ ആഖിറത്തിൽ കുടുങ്ങുക തന്നെ ചെയ്യും. അതായത് പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ നോക്കുക തന്നെ വേണ്ടി വരും, അല്ലാത്തൊരു പണിക്ക് പോകരുത് എന്നാണ്. അതെല്ലാം ന്യായം കടന്തമുണ്ട ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് ഒഴിവായി പോകില്ല, ഗൗരവമായിട്ട് ചിന്തിക്കണം. അപ്പോൾ പല ആളുകളും അത് ചിന്തിക്കുന്നില്ല. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അവൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പൊരുത്തപ്പെടാത്തോടത്തോളം കാലം അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ അതൊക്കെ ഉത്തരവാദിത്വത്തിൽ കിടക്കും. അവിടെ അത് കടാണ്. അത് പിന്നെ ആഖിറത്തിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വാക്ക് തർക്കങ്ങളുണ്ടായി, പിന്നെ അവർ ഒന്നിച്ചെന്നാണ് താമസിക്കുന്നതെങ്കിലും എന്തില്ല, മുണ്ടാട്ടങ്ങളൊന്നും കൂടുതലില്ല. അങ്ങനെ ആ രൂപത്തിലൊക്കെ ആയിപ്പോയി. ഇതിൽ നിന്ന് ഇയാൾ ചെലവിന് കൊടുക്കുന്നില്ല, ഈ സായി പെണ്ണ് അടങ്ങാറായി താമസിച്ചു, അങ്ങനെ ജീവിച്ച് മരിച്ചുപോയി, അവസാനം ഈ ഭർത്താവ് മരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല നിലക്കല്ല പോയതൊക്കെ. ആഖിറത്തിൽ വരുന്ന സമയത്ത് ചോദ്യങ്ങളും ജവാബുകളൊക്കെ കയറി വരും. അപ്പോൾ ഈ പറയുന്ന ഈ കടായിട്ട് കിടക്കുന്നതിന് അതൊക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ഇത് നിസാരവൽക്കരിച്ചുകൊണ്ട് നമ്മളെ ഭാര്യയല്ല, അത് ഓടിയും കടന്നോളും, അതേ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെയൊക്കെ പോയിക്കോളും, ഇങ്ങനെ ഒന്നും തള്ളാൻ പറ്റുമോ, ഒന്നും അല്ലത്. ഇതൊക്കെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നല്ല ദാമ്പത്തിക ജീവിതം നയിക്കാനും അതുപോലെ തന്നെ എല്ലാം റാഹത്തായിട്ട് മരിക്കാനും അല്ലാഹു തആല തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.